ഇഷൽ റൂഹ്, രചന ലുക്വാൻ തക്കു, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഞാൻ ചാടി എണീറ്റു. ആ താളിൽ ഒരിക്കൽ കൂടി കണ്ണുകൾ ഓടിച്ചു. ആ കൊടുന്നടപ്പിലും ഞാൻ വെട്ടിവീർത്തു. അവിടെ മുഴുവൻ ഒരു പ്രാന്തനെ പോലെ ഞാൻ അലഞ്ഞു നടന്നു. ഇനിയൊരു പക്ഷേ എന്നെ ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ പാഞ്ഞു. അവളുടെ കരിനീല മിഴികൾ ഞാൻ തിരിച്ചറിയാതെ പോവില്ല. ആ കോളേജിൽ ഒരു റൗണ്ട് ഞാൻ അവൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തി. ഇല്ല, ഇതും മിഥ്യയാണ്. ഇഷ, നീ എന്നിൽ നിന്നും പോയിട്ടില്ലെന്ന് ഒരു വിശ്വാസം എനിക്കുണ്ട്. തിരികെ ഈ ഇടനെഞ്ചിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് വരുമോ? അവസാന ശ്വാസം വരെ നിന്നെ മുറുകെ പിടിച്ചോളാം. ഞാൻ നിന്നെ വിട്ടു പോവില്ല ഇഷ. ആ താൾ മുഖത്തോട് ചേർത്ത് പിടിച്ച് ഞാൻ പൊട്ടിക്കരഞ്ഞു. ഒരു മണിക്കൂർ ഏകാന്തതയെ കൂട്ടിപ്പിടിച്ച് ഞാൻ ആ തോട്ടത്തിലിരുന്നു. അപ്പോഴാണ് ഓർത്തത് അജി സാറിന് കൊടുക്കാൻ വാങ്ങി വെച്ച വാച്ച് എൻ്റെ കയ്യിലാണെന്ന്. കണ്ണുകൾ തുടച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എണീറ്റു. പടികൾ കയറി പോകുന്നതിനിടയിൽ എൻ്റെ കണ്ണുകൾ ആരെയെ തെരഞ്ഞുകൊണ്ടിരുന്നു. എന്തിനാണ് ഇഷ നീ ഒരു ഉത്തരമില്ലാത്ത ചോദ്യമായി മാറുന്നത്? സ്റ്റാഫ് റൂമിൽ സാറിനെ അന്വേഷിച്ചു. അവിടെ എവിടെയും കണ്ടില്ല. ഏകദേശം ഒരു ചുറ്റ് നടന്നു. അപ്പോഴാണ് ഓഫീസ് മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന അജു സാറിനെ ഞാൻ കണ്ടത്. ഹാപ്പി ടീച്ചേഴ്സ് ഡേ. കെട്ടിപ്പിടിച്ച് വിഷ് ചെയ്തുകൊണ്ട് ഞാൻ ആ ഗിഫ്റ്റ് പുള്ളിക്കാരൻ്റെ നേരെ നീട്ടി. എന്തു പറ്റി സാർ? ഒരു ടെൻഷൻ? ഏയ് ഒന്നുമില്ല, രാവിലെ മുതലുള്ള ഓട്ടാണ്, ഒന്നും ഇരുന്നില്ല. ഓക്കെ, മുഖം വല്ലാണ്ടിരിക്കുന്നു, അതാ ചോദിച്ചത്. ആ, ഫൈസൽ അർജുൻ എവിടെ? അവർ ഇവിടെ എവിടെ ഉണ്ടായിരുന്നു. അവന്മാരാണ് സാറിനെ ഇത് ഏൽപ്പിക്കാൻ പറഞ്ഞത്. ആ, സ്റ്റേജ് ഡെക്കറേഷൻ്റെ തിരക്കിലായിരിക്കും. സർ, ജ്യൂസ്. പിന്നിലായി ഒരു പെൺകുട്ടി ട്രേയിൽ ജ്യൂസുമായിട്ട് വന്നു നിന്നു. ഇതെന്താ, ഒരെണ്ണേ ഉള്ളോ? ഞാൻ അവളോട് ചോദിച്ചു. അയ്യോ, എല്ലാവർക്കും കൊടുത്തു വന്നപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വരാം. അയ്യോ, എനിക്ക് വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. സാറെടുത്ത് കുടിക്ക്. നെറ്റിയിൽ നിന്നും വിയർപ്പ് തുള്ളികൾ മാറ്റിക്കൊണ്ട് അദ്ദേഹം ജ്യൂസ് എടുത്ത് കുടിച്ചു. സർ, ഇന്ന് എന്തൊക്കെയാണ് പരിപാടികൾ? സർ, ഞാൻ എന്തു പറഞ്ഞിട്ടും സാറ് ആർക്കോ വേണ്ടി പരതുകയായിരുന്നു. ആരെയാണ് സാറ് നോക്കുന്നത്? നദയാണോ? അത് അദ്ദേഹം വെട്ടിവിറക്കിയായിരുന്നു. അവൾക്ക് സാറിനെ ഇഷ്ടമാണെന്ന് എന്നോടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ബാക്കി സാറായിട്ട് തന്നെ ചോദിക്കേ. എന്തായാലും ഇഷ്ടക്കേടൊന്നും കാണില്ല. ആദ്യം എവിടെയെങ്കിലും ഒന്ന് പോയി റെസ്റ്റ് എടുക്കേ. അദ്ദേഹത്തിന്റെ തോളിൽ തട്ടിക്കൊണ്ട് ഞാൻ നേരെ ഓഡിറ്റോറിയത്തിലാണ് പോയത്. ഫിദയെ കൊണ്ട് ഓഡിറ്റോറിയത്തിൽ ഇരുത്തിയിട്ട് ഞാൻ സ്പീച്ചിനുള്ള പേപ്പർ എടുക്കാൻ വേണ്ടി ക്ലാസ്സിലേക്ക് പോവുകയായിരുന്നു. ഒരു ക്ലാസ് മുറിയുടെ മുന്നിലെത്തിയതും എന്നെ ആരോ പിടിച്ച് അകത്തേക്ക് കയറ്റി. മുഴുവനും ഇരുട്ടായിരുന്നു. മൊബൈൽ ഫ്ലാഷ് ഓണാക്കി എൻ്റെ മുഖത്തേക്ക് വെളിച്ചം പരത്തി. ആ അരണ്ട വെളിച്ചത്തിൽ ഞാൻ കണ്ടു വെട്ടി വിയർക്കുന്ന അജു സാറിനെ. ഭയം മൂലം അയാളുടെ കൈകളും ചുണ്ടും അടിമുടി വിറക്കുന്ന ഞാൻ കണ്ടു. ഏയ്, ഹു ആർ യു? നീ ആരാണ്? ഇടറുന്ന ശബ്ദമായി അദ്ദേഹം ചോദ്യങ്ങൾ തുടർന്നു. നീയും മിഷയും തമ്മിൽ എന്താണ് ബന്ധം? അയാളുടെ ആ ചോദ്യം കേട്ടതും ഞാനൊന്നും മന്ദഹസിച്ചു. ഡു യു വാണ്ട് ടു നോ ഹു ആം ഐ? പറയാൻ. നീയും മിഷയും തമ്മിൽ എന്താണ് ബന്ധം? എന്റെ താടിയിൽ അയാൾ പിടിമുറുക്കി. ഏയ് കൂൾ സാർ, എന്തിനാണ് ഇങ്ങനെ വെട്ടിവിയർക്കുന്നത്? ഫോർ ദി വെൽക്കം സ്പീച്ച് ഐ ഇൻവൈറ്റ് നഥാനിയ മാലിക് ടു ദി സ്റ്റേജ്. നഥാനിയ, പ്ലീസ് കം ടു സ്റ്റേജ്. അജ്മൽ അബ്ബാസ് അലി. ഐ ആം സോറി. ഇയാളുടെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം വൈകാതെ നിന്നെ തേടിയെത്തും. പക്ഷേ അത് എൻ്റെ നാവിൽ നിന്ന് കേൾക്കാനുള്ള ഭാഗ്യം നിനക്കില്ല. സ്വർഗത്തിൽ വെച്ച് ഒരു കണ്ടുമുട്ടൽ എന്തായാലും ഉണ്ടാവില്ല. അതുകൊണ്ട് നിന്നെ കാണാൻ ഞാൻ നരകത്തിലേക്ക് വരും. സോ ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. നഥാനിയ, പ്ലീസ് കം ടു ദി സ്റ്റേജ്. ഒരു പൊട്ടിച്ചിരിയോടെ അവൾ പുറകോട്ട് നടന്നു. വെപ്രാളത്തോടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി ഒരു വിറയലോടെ അയാൾ നിലത്തേക്ക് ഊർന്നു വീണു. എന്റെ സ്പീച്ച് കാത്ത് ഒരുപാട് മുഖങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നഥാനിയ മാലിക്, പ്ലീസ് കം ടു ദി സ്റ്റേജ്. പേര് കേട്ടതും ഞാൻ സ്റ്റേജിലേക്ക് കയറി നിന്നു. ആ ആൾക്കൂട്ടത്തിൽ എൻ്റെ കണ്ണുകൾ ആരെയും തിരഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ ഭാഗത്തു നിന്നും പ്രതികരണമൊന്നുമില്ലാതെ വന്നപ്പോൾ ചെറിയ തോതിലുള്ള ഒച്ചയും ബഹളവും തുടങ്ങി. പക്ഷേ എൻ്റെ കണ്ണുകൾ തിരഞ്ഞ ആളിനെ ഞാൻ കാണുന്ന നിമിഷം വരെയും എൻ്റെ നാവിൽ നിന്നും ഒരക്ഷരം പോലും പുറത്തേക്ക് വന്നില്ല. ആ കണ്ണുകൾ കണ്ട നിമിഷം ഒരു ഉറപ്പോടെ ഞാൻ മൈക്ക് ചേർത്ത് പിടിച്ചു. വേദിയിലിരിക്കുന്ന അധ്യാപകർക്കും എൻ്റെ മിഴികളെ നോക്കിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ആദ്യം തന്നെ ഒരു നല്ല പുലരി ഞാൻ ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് ഓൾ. ആസ് യു ഓൾ നോ, ഇന്നൊരു വിശേഷപ്പെട്ട ദിവസമാണ്. യെസ്, ഇന്നാണ് അധ്യാപക ദിനം. അറിവുകൾ പകർന്നു നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം പരത്തുന്ന ഗുരുക്കന്മാർക്ക് വേണ്ടിയുള്ള ദിനം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനം നൽകേണ്ടവർ.
ഓരോ അധ്യാപകനും നമ്മുടെ ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ടാവും. അധ്യാപകർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ ആദ്യമായി അക്ഷരം പഠിപ്പിച്ചൊരു മുഖമായിരിക്കുമല്ലേ ഓർമ്മ വരുന്നത്. മടിയിൽ പിടിച്ചിരുത്തി ആദ്യ അക്ഷരം ചൊല്ലിത്തന്ന അമ്മമാരുടെ മുഖമായിരിക്കാം ആദ്യം മുന്നിൽ തെളിയുന്നത്. അല്ലെങ്കിൽ ആ സ്ഥാനത്ത് അച്ഛന്മാരുമാവാം. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെയൊരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഐ ആം ആൻ ഓർഫൻ. പക്ഷെ ചൊല്ലിത്തന്നു അക്ഷരമാലകൾ, കൈപിടിച്ച് മണ്ണിൽ എഴുതിച്ചു. ആ കൈപ്പിടിയിലാണ് ഞാൻ എൻ്റെ ലോകം തീർത്തത്. 2 വയസ്സ് മുതൽ ആ പിടി എന്നിൽ നിന്നും വിടാതെ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരേ ഒരു രൂപം എൻ്റെ റൂഫിക്ക. സ്റ്റേജിൽ ആ നാമം കേട്ടതും എൻ്റെ പെരുവിരൽ മുതൽ തലവരെ ഒന്ന് പെരുത്തു കയറി. കണ്ണുകളിൽ ഇരുട്ട് നിറഞ്ഞ പോലെ ഞാൻ ഇരുന്നിടത്ത് നിന്ന് മെല്ലെ എഴുന്നേറ്റു. വാതിലിൻ്റെ അരികിലായി ചെന്ന് നിന്നു. വേറെ ആരിലും ഒരു ഭാവമാറ്റവും വന്നില്ല. ഞാൻ അവിടെ നടന്നീങ്ങിയതും ഫൈസി എനിക്കൊരു നോട്ടം നൽകി. ശേഷം അവൻ വീണ്ടും സ്റ്റേജിലേക്ക് ശ്രദ്ധ തിരിച്ചു. എൻ്റെ കളിക്കൂട്ടുകാരൻ, എന്നിലെ അറിവിൻ്റെ ഉടമ, എന്നിലെ ഹൃദയമിടിപ്പിൻ്റെ ഉടമ. ആ കൈപ്പിടിയിൽ ഞാൻ അനുഭവിച്ച സ്നേഹം, സുരക്ഷിതത്വം, വാത്സല്യം അതാരും അനുഭവിക്കാത്ത രീതിയിലായിരുന്നു. ഒരു മകളെപ്പോലെ എന്നെ സ്നേഹിച്ചു. തനിക്ക് കിട്ടാതെ പോയൊരു ഉമ്മയുടെ സ്നേഹം എനിക്ക് നൽകിക്കൊണ്ട് എന്നെ തലോടി. ഒരു വാപ്പയുടെ കരുതൽ എനിക്ക് പകർന്നു നൽകിക്കൊണ്ട് എന്നെ തോൽപ്പിച്ചു. എൻ്റെ സുഹൃത്തായി മാറി. സുഹൃത്തിൽ നിന്നും അടർത്തി മാറ്റാൻ കഴിയാത്ത എൻ്റെ ആത്മാവായി മാറി. എന്നിൽ അക്ഷരത്തിൻ്റെ, എന്നിൽ എഴുത്തിൻ്റെ തുടക്കം ഞാൻ കുറിച്ചത് 3 അക്ഷരത്തിൽ കൂടിയാണ്. എൻ്റെ റൂഫിക്ക. ആ ഇടനെഞ്ചിൽ ഞാൻ നെയ്തെടുത്തു ഒരു കൊട്ടാരം. എൻ്റെ മിഴികളിൽ ആ രൂപത്തെ ഞാൻ തീർത്തു. ഞാൻ ശ്വസിക്കുന്ന വായുവിൽ പോലും അവൻ്റെ ഗന്ധം നിറഞ്ഞു നിന്നു. നിങ്ങൾ കരുതും ഞാനിത് പറയേണ്ട ആവശ്യകത എന്താണെന്ന്. ആവശ്യമുണ്ട്. ഇന്ന് ഈ ദിവസമാണ് അതിനുചിതമായത്. എൻ്റെ അക്ഷരത്താളുകൾ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് എൻ്റെ ജീവിതം ഒരാൾ കീറിപ്പറിച്ചു. ഒരു ദയവുമില്ലാതെ ഞാൻ എന്ന അക്ഷരമാലയെ ക്രൂരമായി ഇല്ലാതെയാക്കി. കത്തിച്ചാമ്പലായ താളുകളിൽ നിന്ന് ഞാൻ ആദ്യമായി കുറിച്ച് എൻ്റെ അക്ഷരത്തെ തിരഞ്ഞു. പക്ഷേ തകർന്നത് ശരീരമായിരുന്നില്ല, എൻ്റെ മനസ്സാണ്. വീണുടഞ്ഞ ചില്ലുപോലെ ആയിപ്പോയി. എൻ്റെ ജീവിതം ഒരു മുട്ടുസൂചി കൊണ്ട് തുന്നിച്ചേർക്കാൻ കഴിയുന്നതല്ല. കാരണം അതിലുണ്ടായ കീറൽ അത്ര വലിപ്പമേറിയതാണ്. അധ്യാപകനെന്ന് ഞാൻ കരുതിയ ഒരു ചെകുത്ത എന്നെ കീറി മുറിച്ചപ്പോൾ അതിലിറ്റു വീണ രക്തത്തുള്ളികളിൽ ഞാൻ കണ്ട പകയാണ് അധ്യാപകൻ എന്ന വാക്കിനോടുള്ള വെറുപ്പ്. ഒരു ഉപ്പയുടെ സ്ഥാനം അല്ലെങ്കിൽ ഒരു ഇക്കയുടെ സ്ഥാനം കൊടുത്ത് മനസ്സിൽ കൊണ്ടു നടന്ന ഒരാൾ എന്നെ ഇല്ലാതാക്കിയപ്പോൾ അയാൾ പറിച്ചെറിഞ്ഞ വസ്ത്രത്തോടൊപ്പം ഇല്ലാതെയായത് എൻ്റെ മോഹങ്ങളാണ്. എൻ്റെ മിഴികൾ അതിനുശേഷം നിറഞ്ഞിട്ടില്ല. നിറയാൻ ഒരല്പം കണ്ണീർ പോലും, ഒരു ദയക്ക് വേണ്ടി പോലും അയാൾ ബാക്കി വെച്ചില്ല. എന്നിൽ അവസാനം കാണാൻ കൊതിച്ച ആ നല്ല വ്യക്തിത്വത്തിനുടമ മണ്ണോട് അലിഞ്ഞു ചേർന്നാൽ പോലും എന്റെ പക കെടില്ല. സ്റ്റേജിൽ ഇരുന്ന ടീച്ചർ വന്ന് എന്റെ കയ്യിൽ നിന്നും മൈക്ക് തട്ടിപ്പറിച്ചു. ഒരു പുച്ഛം നിറഞ്ഞ ചിരിയോടെ നിറമിഴിയാലെ ഞാൻ മൈക്ക് കൊടുത്തു. സർ ഓടിവായോ, സർ ഓടിവാ, എല്ലാവരും ഓടിവാ. ലാബിന്റെ അടുത്തായിട്ടുള്ള മുറിയിൽ അജി സാർ കിടക്കുന്നു. അൺകോൺഷ്യസ് ആണെന്ന് തോന്നുന്നു, ആരെങ്കിലും വായോ. ഓഡിറ്റോറിയത്തിലേക്ക് ഓടിക്കിതച്ച് വന്ന് പിയൂണത് പറഞ്ഞതും എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി ഓടി. പക്ഷേ 2 കണ്ണുകൾ എനിക്കായി അതേ നിൽപ്പ് തുടർന്നു. നിറഞ്ഞൊഴുകുന്ന ആ മിഴികളെ ഞാൻ ദൂരെ നിന്ന് തന്നെ കണ്ടു. സ്റ്റേജിന്റെ പടികൾ ഇറങ്ങുന്നതിനൊപ്പം ആ മിഴികളെ കൊതിയോടെ ഞാനും നോക്കി. പുറത്തു നിന്നുള്ള നിലവിളികൾ കേട്ടിട്ടും എനിക്കൊരല്പം പോലും അനങ്ങാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. അയാളിലേക്കുള്ള ദൂരം കുറയും തോറും ആ ഗന്ധം എന്നെ തളർത്തുന്ന പോലെ തോന്നി. തൊട്ടരിയിലായി ഞാൻ ചെന്ന് നിന്നു. ആ മുഖത്ത് അപ്പോഴും പറയാൻ പറ്റാത്ത പല ഭാവങ്ങൾ തിങ്ങി നിന്നു. മുഖാമുഖം നോക്കിക്കൊണ്ട് ഒരു നിമിഷത്തേക്ക് തറഞ്ഞു നിന്നുപോയി. ആ മിഴികൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. പതിയെ എൻ്റെ കണ്ണിൽ വിരൽ തൊട്ടുകൊണ്ട് ഞാൻ വെച്ചിരുന്ന ലെൻസ് ഓരോന്നായി മാറ്റി. ഓരോ കണ്ണിൽ നിന്ന് ലെൻസ് മാറ്റുന്നതും ആ മുഖത്തെ ആശ്ചര്യം ഞാൻ കണ്ടു നിന്നു. ആ ഹൃദയം വല്ലാത്ത വേഗതയിൽ ഇടിക്കുന്നത് ഞാൻ അറിഞ്ഞു. 2 കണ്ണിൽ നിന്നും ലെൻസ് മാറ്റിക്കൊണ്ട് കണ്ണുകളൊന്ന് ചിമ്മി തുറന്നു. എൻ്റെ കരിനീല മിഴികളിൽ ആ കണ്ണുകൾ തറഞ്ഞു നിന്നു. എൻ്റെ മിഴികൾ കണ്ടതും ആ അധരങ്ങൾ വിറക്കുന്നത് ഞാൻ അറിഞ്ഞു. ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുള്ളികൾ. അത് കാണുന്തോറും ഞാൻ തളർന്നു പോകുന്നത് പോലെ. മെല്ലെ ബുർക്ക പൊക്കിയതും എൻ്റെ അധരങ്ങളെ ഒരതിശയത്തോടെ ആ നിറമിഴികൾ നോക്കി നിന്നു. ഒടുവിൽ ആ കണ്ണുകളിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ മുഖം കണ്ടു. ആ കണ്ണിലെ അത്ഭുതം ഞാൻ നോക്കി നിന്നു. ഇഷ എന്നെ ആ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഇഷ
എന്റെ നാമം പറഞ്ഞ് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. എന്നിൽ നിന്ന് മൂർന്ന് നിലത്തേക്ക് വീഴാൻ പോയി. ഞാൻ എന്റെ കൈകൾ കൊണ്ട് താങ്ങി നിർത്തി. ആ അധരങ്ങൾ വിതുമ്പുകയായിരുന്നു. ഈശ, മോളെ. നിറഞ്ഞൊഴുകുന്ന ആ മിഴികൾക്ക് ഒരു നോട്ടം പോലും കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഈശ, നീ എന്തിനെന്നെ വിട്ടുപിരിഞ്ഞ് പോയത്? പറ. ഞാൻ അതിനു വേണ്ടി എന്ത് തെറ്റാ നിന്നോട് ചെയ്ത്? എങ്ങനെ നിനക്ക് എന്നെ പിരിഞ്ഞിരിക്കാൻ കഴിഞ്ഞത്? ഈശ, എന്തിനാ ഈ റൂഹിനെ നീ തോൽപ്പിച്ചത്? നീ പോയ നിമിഷം മുതൽ ഞാൻ വെറും മാംസമാണ്. എന്തിനായിരുന്നു ഈശ? വിങ്ങിപ്പൊട്ടിക്കൊണ്ട് അവൻ നിലത്തേക്കിരുന്നു. ഇരു കൈകൾ കൊണ്ട് മുഖം കുത്തി ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. ഞാൻ പതിയെ നിലത്തേക്ക് മുട്ടൂത്തിയിരുന്നു. റൂഫിക്ക, റൂഫിക്ക. ആ ഒരു നാമം ഞാൻ ഉരുവിട്ടതും എന്നെ വാരിപ്പുണർന്നു. എന്തിനായിഷ എന്നെ നീ കൊല്ലാതെ കൊന്നത്? ഞാൻ അറിഞ്ഞതാണ് പലതവണ നിന്റെ ഗന്ധം. പക്ഷെ നീ എന്നെ തോൽപ്പിച്ചു, എന്നെ ഒരു വിഡ്ഢിയാക്കിക്കൊണ്ട്. എന്തിനായിരുന്നു എന്റെ മുമ്പിൽ ഈ നാടകം? ഞാൻ നിന്റെ ആരായിരുന്നു? പറ. എന്നിൽ നിന്ന് ഇത്രയും നാൾ വിട്ടിൽക്കാനുള്ള കാരണം എന്താ? പറ ഈശ. ഈശ, എന്റെ ഹൃദയെടുപ്പ് പിടിച്ചു നിർത്താനെങ്കിലും നിന്റെ യഥാർത്ഥ കണ്ണുകളെങ്കിലും എന്റെ മുന്നിൽ കാണിച്ചു കൂടായിരുന്നു നിനക്ക്. നിന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ മറയിൽ നിന്ന് താഴേക്ക് വീണപ്പോ ഒരു നിമിഷം ഞാൻ കരുതിപ്പോയി നീ എന്റെ ഇഷയാണോ. പക്ഷെ എന്റെ തെറ്റിദ്ധാരണയാണെന്ന് കരുതി ഞാൻ ഒഴിഞ്ഞു മാറി. നീ അജ്മലിന്റെ ഇഷ്ടാണെന്ന് എന്നോട് പറഞ്ഞപ്പോഴും എന്റെ ഇടനെഞ്ചൊന്ന് തുടിച്ചു. നീ എന്റെ അരികിൽ കൂടി കടന്നു പോകുന്ന ഓരോ നിമിഷവും ഞാൻ ഇഷയെ ഓർത്തു പോയിട്ടുണ്ട്. നിന്നെ കൈവച്ചപ്പോഴും നിറഞ്ഞൊഴുകുന്ന നിന്റെ മിഴിയിൽ ഞാൻ കണ്ടത് ഇഷയാണ്. പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല. കാരണം എന്റെ ഇഷയുടെ മിഴികളല്ലായിരുന്നത്. എന്തിനായിരുന്നു എന്നോട്? റൂഫിക്ക, നിനക്ക് എന്നോട് പറയാൻ പറ്റാത്തതായിട്ട് എന്താ ഉണ്ടായത്? എന്തിനാ എന്നിൽ നിന്ന് നീ ഓടി ഒളിച്ചത്? പറ ഈശ. ഒരുങ്ങി തീരുമായിരുന്നു ഞാൻ. ശംഖുപൊട്ടി മരിച്ചുപോയി. നിന്റെ മരണവാർത്ത പത്രത്തിൽ കണ്ടപ്പോ എന്താണ് അതിന്റെയൊക്കെ സത്യം? ആ ഒരു നിമിഷവും എന്റെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടായിരുന്നു നീ ജീവനോടെ ഉണ്ടെന്ന്. നീ ഈ ലോകത്തിൽ നിന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഒരിക്കലും അതിനെനിക്ക് കഴിയില്ല ഈശ. നീ പറഞ്ഞിട്ടില്ലേ ഒരുമിച്ച് നമുക്ക് ഈ ലോകത്തോട് വിട പറയണമെന്ന്? കാരണം നിനക്ക് ഞാനില്ലാതെ ഒരു നിമിഷം പറ്റില്ലെന്ന്. ആ ഒരു വാക്കാണ് എന്നെ ഇത്രയും നാൾ ജീവിപ്പിച്ചത്. എന്നെ തനിച്ചാക്കി നിനക്ക് പോവാൻ കഴിയില്ലെന്നൊരു തോന്നൽ. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങൾ എന്റെ സമനില തെറ്റിപ്പോയി. ഞാനൊരു മുഴുവൻ ഭ്രാന്തനായി മാറുകയായിരുന്നു. നിന്റെ അക്ഷരങ്ങളും വാക്കുകളും മാത്രമായി മാറി എന്റെ ലോകം. എന്തിനായിരുന്നു ഈശ എന്നോടിത്? പറയാൻ. അവളുടെ മുഖത്ത് ഇരു കൈകളും വെച്ചുകൊണ്ട് അവൻ വിങ്ങിപ്പൊട്ടി. പറയാം, എല്ലാം ഞാൻ പറയാം. ലച്ചു, ഞാൻ ഇറങ്ങുവാ. ഫിദയെ ഒരാഴ്ചയായി കണ്ടിട്ട്. ഇനി അവധി കഴിഞ്ഞ് തുറക്കുമ്പോൾ കാണാം. എന്താടി, വല്ലാത്ത സന്തോഷാണല്ലോ. അത് പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം എൻ്റെ റൂഹിക്ക് നാളെ രാത്രി എത്തും. അതിൻ്റെ ഒരു ത്രില്ലിലാണ്. നടക്കട്ടെ. അവൾക്കൊരു ചെറിയ ചമ്മൽ കടന്ന പുഞ്ചിരി നൽകിയിട്ട് ഞാൻ പോയി. കോളേജിൽ നിന്ന് ഇറങ്ങിയതും ഫോണെടുത്ത് നോക്കി. അല്ലോ, പെട്ടല്ലോ, ചാർജില്ല. ഫോൺ ഓഫായി കിടക്കുന്നു. ഇനി ഫോണാക്കുമ്പോൾ വയറ് നിറച്ച് കിട്ടിക്കോളും. എത്രയും പെട്ടെന്ന് യത്തീങ്കാൻ എത്താൻ വേണ്ടി ഞാൻ ആഞ്ഞു പിടിച്ച് നടന്നു. നല്ല തണുപ്പായതുകൊണ്ട് സ്വെറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഞാൻ നീങ്ങി. ബസ് സ്റ്റോപ്പ് എത്തുന്നതിന് മുന്നേ എൻ്റെ മുമ്പിൽ ഒരു കാറ് വന്ന് വട്ടം വെച്ചു. അതിൽ നിന്ന് ഇറങ്ങുന്നവരുടെ മുഖം കാണുന്തോറും എൻ്റെ കാലുകൾ വിറക്കാൻ തുടങ്ങി. ആരിത്? ഈശനോ? ദാ, നീ അറിഞ്ഞോ? പുള്ളിക്കാരി വലിയ ടീമാണ്. ഈ സക്രിയയുടെ പേരിലൊക്കെ കേസ് കൊടുക്കാൻ ഇവൾ പഠിച്ചു അല്ലേടി? ഒരലർച്ചയോടെ അവൻ എൻ്റെ നേരെ വന്നു. അവന്റെ ഓരോ ചൂടുവെപ്പിലും എൻ്റെ ഹൃദയമിടിപ്പ് കൂടിക്കൂടി വന്നു. നീ എന്താടി കേസ് കൊടുത്ത്? ഞാൻ നിന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് അല്ലേ? ഒന്ന് കൈ കയറി പിടിച്ചപ്പോഴേക്കും നിനക്കത് പീഡനായി മാറി അല്ലേ? കേട്ടോടാ, അപ്പൊ ഇവൾക്ക് ശരിക്കുള്ള പീഡനം എന്താണെന്ന് കാണിച്ചു കൊടുത്താലോ നമുക്ക്?
അവന്റെ വാക്കുകൾ കേട്ട് എന്റെ തൊണ്ട വരളുന്ന പോലെ തോന്നി. ഒരു സഹായത്തിന് ഞാൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ഇടവഴി ആയതുകൊണ്ട് തന്നെ ആരും അവിടെ ഇല്ലായിരുന്നു. അവന്മാർ ഒരു 6-7 പേരുണ്ടായിരുന്നു. ഞാൻ അവരുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. എന്നിലേക്ക് സക്കറിയ അടുക്കുന്തോറും ഞാൻ പിന്നിലേക്ക് ചൂടുവെച്ചുകൊണ്ട് നീങ്ങി. തിരിഞ്ഞോടാൻ തുനിഞ്ഞതും അവൻ എന്റെ ഷോളിൽ പിടുത്തമിട്ടു. പിന്നെ അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി. എവിടേക്കാണടി നീ ഓടിപ്പോന്ന്? എന്റെ കഴുത്തിലേക്ക് മുഖം വെക്കാൻ പോയതും ഞാൻ അടിവയറ്റിലൊരു ചവിട്ട് കൊടുത്തിട്ട് കുതിർമാറിക്കൊണ്ട് ഓടി. പിടിക്കടാ! എന്റെ പിറകിലായി അവന്മാർ ഓടി വരാൻ തുടങ്ങി. മെയിൻ റോഡിൽ ഇറങ്ങി ഞാൻ വേറൊരു വഴിയിൽ കൂടി പാഞ്ഞു. കുറച്ചു ദൂരം ഓടി തിരിഞ്ഞു നോക്കിയപ്പോൾ അവരെ കണ്ടില്ല. പെട്ടെന്നാണ് എന്റെ മുന്നിലേക്ക് ഒരു കാർ വന്ന് ചവിട്ടി നിർത്തിയത്. ആ കാറിൽ തട്ടി ഞാൻ നിലത്തേക്ക് വീണു. കൈമുട്ട് തടവിക്കൊണ്ട് ഞാൻ എണീക്കാൻ നോക്കിയതും എന്റെ നേരെ ഒരു കൈ നീണ്ടുവന്നു. നിവർന്നു നോക്കിയതും അജു സാർ. മനസ്സിലൊരു സമാധാനത്തിന്റെ അന്തരീക്ഷം തെളിഞ്ഞു. ഞാൻ ആ കൈകളിൽ പിടിച്ചുകൊണ്ട് എണീറ്റു. എന്താണ് പറ്റിയത്? സർ, നമുക്കിവിടുന്ന് പോവാം. ആ സക്കറിയും കൂട്ടരും എന്റെ പിന്നാലുണ്ട്. പോവാം സർ. തിരിഞ്ഞു നോക്കി ഞാനത് പറഞ്ഞു. താൻ വാ. അങ്ങനെ സാറിന്റെ കൂടെ കാറിന് മുന്നിലായിട്ട് കയറി. കുറച്ചു നേരത്തേക്ക് മൗനം നിറഞ്ഞു നിന്നു. ഞാൻ ആകെ മൊത്തം ഒരു ഷോക്കിലായിരുന്നു. ഈശ, നാളെ റൂഹെത്തും അല്ലേ? അതെ സർ. കൈ കാണിച്ചേ. അയ്യോ, മുട്ടു മുറിഞ്ഞിട്ടുണ്ടല്ലോ. ഹോസ്പിറ്റൽ പോകണ്ടേ? അയ്യോ വേണ്ട സർ, എന്നെ യത്തീംഖാനയിൽ കൊണ്ടാക്കിയാൽ മതി. എന്നാലും ബ്ലഡ് വരുന്നുണ്ട്. പോകുന്ന വഴിക്കാണ് ഞാനിപ്പോൾ താമസിക്കുന്ന വീട്. റെന്റിനെടുത്തിട്ട് 2 ആഴ്ചയേ ആയിട്ടുള്ളൂ. ഒന്ന് ഡ്രസ്സ് ചെയ്തിട്ട് കൊണ്ടുവിടാം. അയ്യോ, സാറിന് ബുദ്ധിമുട്ടാവില്ലേ? എന്താ ഈഷ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? താൻ എന്നെ അങ്ങനെയാണോ കാണുന്നത്? അയ്യോ അങ്ങനെയല്ല. എന്നാലും സർ, എനിക്ക് ഫോണും തരുമോ? റൂഹിനെ വിളിക്കാനാണ്. അതിനെന്താ? പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തും എന്തോ ഓർത്തുപോലെ അത് കയ്യിൽ തന്നെ വെച്ചു. എന്തു പറ്റി സാർ? ഒരു വിളറിയ ചിരിയോടെ എന്നോട് പറഞ്ഞു. അത് ബാലൻസ് ഇല്ല. എന്നാലും വീട്ടിലോട്ടല്ലേ പോകുന്നത്? ലാൻഡ് ഫോണിൽ നിന്ന് കോൾ ചെയ്യാം. ഇഷ, കഴിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട സാർ. നല്ല മഴക്കാറുണ്ട്. എന്താണെന്തോ ഇങ്ങനെയൊരു ക്ലൈമറ്റ്. തണുപ്പും മഴയും. ഓ, വല്ലാത്ത അന്തരീക്ഷം തന്നെ. കൈമുട്ട് നോക്കട്ടെ. ഞാൻ ചെരിഞ്ഞിരുന്ന് കാണിച്ചു കൊടുത്തു. കാണാൻ വയ്യ, നീ ആ സ്ലീവ് പൊക്കിക്കേ. സാറ് പറഞ്ഞുകൊണ്ട് മറുത്തൊന്നും പറയാതെ ഞാൻ കൈ മുകളിലേക്ക് വെച്ച് കാണിച്ചു കൊടുത്തു. അയ്യോ, തൊലി നല്ലപോലെ പോയിട്ടുണ്ടല്ലോ. ഇഷ, എന്താ സാർ? താൻ ആ ഡാഷ്ബോർഡിൽ നിന്നൊരു സിഗരറ്റ് എടുത്ത് തരൂ. ഞാനൊരു അതിശയത്തോടെ അത് തുറന്ന് അതിൽ നിന്നൊരെണ്ണെടുത്ത് കയ്യിൽ കൊടുത്തു. ഇത് എന്ത് ഏർപ്പാടാണ് മോളെ, ആ ലൈറ്റർ കൂടി എടുക്ക്. ഞാൻ മനസ്സിലോടെ ലൈറ്റർ എടുത്താൽ കത്തിച്ചു. 2 പഫ് എടുത്തിട്ട് എന്നെ നേരെ നീട്ടി. ഒന്ന് ട്രൈ ചെയ്യുന്നോ? എന്താ സാർ ഇങ്ങനെയൊക്കെ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു പഫ് എടുക്കണമെന്ന് ചോദിച്ചിട്ടല്ലേ ഉള്ളൂ. കുറച്ച് ദേഷ്യത്തോടെ എന്നോടത് പറഞ്ഞപ്പോൾ ഞാനാകെ വല്ലാതെയായി. സാറ് വലിക്കുമല്ലേ? വല്ലപ്പോഴും ഇതുപോലെ ഒത്ത ക്ലൈമറ്റ് വരുമ്പോൾ. ഇഷ, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഈ ഗിയർ ഒന്ന് പിടിക്കുമോ? ഞാനിതൊന്ന് വലിച്ചോട്ടെ. ഒരു റിക്വസ്റ്റ് പോലെ അത് പറഞ്ഞപ്പോൾ ഞാൻ ഗിയറിലേക്ക് കൈവച്ചു. പൊടുന്നതിനെയാണ് എൻ്റെ കൈകൾക്ക് മുകളിൽ സാറ് കൈവച്ചത്. ഒന്നും അറിയാത്ത ഭാവത്തിൽ കാർ മുന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. ആ കൈകൾ കൊണ്ട് എൻ്റെ കൈയെ ചതച്ചുകൊണ്ടിരുന്നു. സാറിന്റെ കൈ. ഓ സോറി, ഞാൻ അറിഞ്ഞില്ല. സോറി മൈ ബേബി. വേദനിച്ചോ? അതും ചോദിച്ച് എൻ്റെ കൈയെടുത്ത് അയാൾ ചുണ്ടുകൾ കൊണ്ട് അമർത്തി. സാർ എന്താണ് ഈ കാണിക്കുന്നത്? വിട്ടേ. ഞാൻ കൈ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു. ഏയ് ഇഷ, കൂടാ. എന്താണ് സാർ ഇങ്ങനെയൊക്കെ? സാർ എന്നെ യത്തീംഖാനയിൽ വിട്ടാൽ മതി. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി. കേട്ടോടി? അയാൾ അവളുടെ കൈ പിടിച്ച് തിരിച്ചോണ്ട് പറഞ്ഞു നിർത്തി. സെൻട്രലൈസ്ഡ് ലോക്കിട്ടിട്ട് അയാൾ വേഗം കാറെടുത്തു. നിർത്താനാ ഞാൻ പറഞ്ഞേ. നീ എന്ത് പറഞ്ഞാലും ഞാൻ നിർത്തില്ല. നീ എന്ത് പറഞ്ഞാലും ഞാൻ നിർത്തില്ല. ഒരു പ്രാന്തനെ പോലെ അയാൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. നിർത്താൻ. എന്താടി, മര്യാദക്ക് ഇരുന്നോ? അവൾ ഗ്ലാസ്സിലിട്ട് തട്ടാൻ തുടങ്ങി. അയാൾ അവളുടെ കഴുത്തിൽ പിടിച്ച് ചാരി നിർത്തി. അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ അടങ്ങിയിരുന്നോണം. കാർ നേരെ ചെന്നെത്തിയത് ഒരു കാടിന്റെ നടുവിലായിരുന്നു. മുഴുവൻ മരങ്ങളും പാറകളും. അതിന്റെ നടുവിൽ ഒരു ചെറിയ ഔട്ട് ഹൗസ് പോലെ ഉണ്ടായിരുന്നു. കാർ നിർത്തിയതും അവൾ ചാടിയിറങ്ങാൻ നോക്കി. അയാൾ വന്ന് അവളുടെ കയ്യിൽ പിടിത്തുവിട്ടു. എങ്ങോട്ടാണടി പോകുന്നത്? ഇവിടെ വാടി. അവളുടെ 2 കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അയാൾ അവൾ അകത്തേക്ക് കൊണ്ടുപോയി. എന്നെ വിടാൻ.
ആ കൈപ്പിൽ കിടന്ന് അവൾ അലമുറയിട്ട് കരയാൻ തുടങ്ങി. തറയിൽ കാലുകൊണ്ട് ചവിട്ടി പിടിച്ച് നിൽക്കാൻ തുടങ്ങി. നിലത്തേക്കിരുന്ന് അവളെ കൈകൾ കൂട്ടിപ്പിടിച്ച് വലിച്ചഴിച്ചുകൊണ്ട് അയാൾ അകത്തേക്ക് കയറി. പ്ലീസ് എന്നൊന്നും ചെയ്യല്ലേ, എന്നെ വീട് പ്ലീസ് സർ, സർ. അവിടുത്തെ ഒരു ചെറിയ മുറിയിലേക്ക് അവളെ കൊണ്ടിട്ടിട്ട് അയാൾ വാതിലടച്ച് പോയി. സർ ഡോർ തുറക്ക്, എനിക്ക് പോവണം, തുറക്ക് പ്ലീസ് സർ, തുറക്ക് പ്ലീസ്. അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് അവൾ കഥകൾ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. സർ പ്ലീസ് തുറക്ക്. ഡാഷ് മോളെ. കഥക ആഞ്ഞു തുറന്നുകൊണ്ട് അയാൾ അവളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. അവൾ കവിൾ പൊത്തിക്കൊണ്ട് നിലത്തേക്ക് വീണു. മോളെ, നീ ഇവിടെ കിടന്ന് കൂവിയാലും ഒരൊറ്റ മനുഷ്യനും കേൾക്കാൻ പോകുന്നില്ല കേട്ടോടി. വാതിലടച്ച് കുറ്റിയിട്ടുകൊണ്ട് അയാൾ അവളുടെ മുടിയിൽ കയറി പിടിച്ചു. നിലത്ത് കിടന്ന് അവളെ വലിച്ചെഴുന്നേൽപ്പിച്ചു. അയ്യോ, മോൾക്ക് വേദനിച്ചോ? പറഞ്ഞത് കേട്ടാ ഞാൻ വേദനിപ്പിക്കാൻ നിൽക്കില്ല. അല്ലാതെ കൊതറി മാറാനോ ബഹളം ഉണ്ടാക്കാനോ ആണോ ശ്രമമെങ്കിൽ അതും പറഞ്ഞ് ഒന്ന് പൊട്ടിച്ചിരിച്ച് അവളുടെ മുഖത്തേക്ക് ഒന്നുകൂടി അയാൾ ആഞ്ഞടിച്ചു. ദാ ഇതായിരിക്കും മറുപടി കേട്ടോടി. മുടിക്കുത്തിൽ നിന്ന് പിടിവിടാതെ അവളെ അയാളിലേക്ക് അടുപ്പിച്ചു. ഒരു വെറുപ്പോടെ അവൾ തല പിന്നിലേക്ക് വെട്ടിച്ചു മാറ്റിക്കൊണ്ടിരുന്നു. അവളുടെ കഴുത്തിലേക്ക് മുഖം വെച്ച് ഗന്ധം ആസ്വദിച്ചുകൊണ്ട് അവളെ നിലത്തേക്കിട്ടു. അവൾ ഭിത്തിയോട് ചേർന്ന് മുഖം പൊത്തിയിരുന്നു. അയാൾ പതിയെ അവളുടെ അരികിൽ മുട്ടുകുത്തിയിരുന്നു. മോളെ, കൈ മുറിഞ്ഞിരിക്കുകയല്ലേ, വാ ഞാൻ മരുന്ന് വെച്ച് തരാം. വേണ്ട, ഞാൻ വേദനിപ്പിക്കില്ല. വേണ്ട, എന്നൊന്നും ചെയ്യല്ലേ. അവൾ കീതപ്പോടെ പിന്നിലേക്ക് മാറി. ഈശ, എന്ത് പറച്ചിലാണ്. മരുന്ന് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? ആ കൈ കാണിച്ചേ. വേണ്ട പ്ലീസ്. കാണിക്കടി. വിറച്ചുകൊണ്ട് അവൾ കൈകൾ നീട്ടി. എനിക്ക് കാണാൻ വയ്യ, കൈ മടക്കി മുകളിലേക്ക് വെച്ച്. വേണ്ട സാർ. അവൾ കരഞ്ഞുകൊണ്ട് കൈകൾ കൂപ്പി. അയ്യോ, എന്താ ഇത്? ഈശ്വര കരയുവാണോ? ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ? അവളുടെ കണ്ണീർ അയാൾ പതിയെ തട്ടിത്തെറിപ്പിച്ചു. അതെ, ഇവിടെ ഇപ്പൊ ചൂടല്ലേ, പിന്നെ എന്തിനാ നമുക്ക് ഈ സ്വെറ്റർ? അയാൾ ഇട്ടിരുന്ന സ്വെറ്റർ ഊരി മാറ്റി. ഞാൻ ദാ ഊരിക്കളഞ്ഞു, മോള് മാറ്റിക്കേ. വേണ്ട സാർ. അവൾ കൈകൾ കൂപ്പിയിരുന്നു. എന്താ ഈശ ഇത്? നീ ഇങ്ങനെ പേടിക്കാതെ. പതിയെ അയാൾ അവളുടെ തോളിൽ കൈവച്ചു. വേണ്ട സാർ. അവൾ ധരിച്ചിരുന്ന സ്വെറ്ററിൽ പതിയെ കൈകൾ അമർത്തി. അയ്യേ, ഇങ്ങനെ ചുരുണ്ടിരിക്കല്ലേ, കൈ നിവർത്തിക്കേ. സാർ വേണ്ട. അയ്യേ, എന്താ ഇത്? വേണ്ട സാർ. ഇഷ, മുറിവ് കാണാനല്ലേ. കൈകൾ കൂപ്പിക്കൊണ്ട് അവൾ ഒരേ ഇരിപ്പ് തുടർന്നു. പതിയെ അവളുടെ കൈകൾ ബലമായി പിടിച്ചു നിർത്തിക്കൊണ്ട് അയാൾ സ്വെറ്റർ വലിച്ചൂരി. അത് കൈകളിൽ എടുത്തുകൊണ്ട് ആസ്വദിച്ച് മണപ്പിച്ചു. എന്ത് ഗന്ധമാണ് നിന്റെ വസ്ത്രങ്ങൾക്ക് പോലും. കരഞ്ഞു തളർന്ന് ശ്വാസമെടുക്കാൻ പോലും അവൾ ആയാസപ്പെട്ടു. അവളുടെ സ്വെറ്റർ മാറ്റിയതും കൊതിയോടെ അവളുടെ മിഴികളിൽ അയാൾ നോക്കിയിരുന്നു. അവളുടെ ശരീരം മുഴുവനും അടിമുടി വീക്ഷിച്ചുകൊണ്ട് ശരീരത്തിലെ ഓരോ ഭാഗത്തേക്കും അയാൾ മിഴികൾ തറപ്പിച്ചു. അയാളുടെ നോട്ടം സഹിക്കാൻ കഴിയാതെ നിലത്ത് കിടന്ന ഷോൾ എടുത്ത് അവൾ മാറിലേക്കിട്ടു. അയ്യേ, എന്താണ് ഈശ ഇത്? വശ്യമായ ഒരു ചിരിയോടെ അവളുടെ മാറിൽ നിന്ന് ഷോൾ എടുത്ത് കളഞ്ഞു. സർ പ്ലീസ്. ഹാഫ് സ്ലീവ് ടോപ്പായിരുന്നു അവൾ ധരിച്ചത്. ദാ ഇവിടെ മുറിവുണ്ടല്ലോ. തോളിൽ നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞതും അവൾ അയാളുടെ കയ്യിൽ കയറി പിടിച്ചു. വേണ്ട സർ പ്ലീസ്. എന്താ ഈശ ഇത്? ഞാനതിന് നിന്നെ എന്തെങ്കിലും ചെയ്തോ? അടങ്ങിയിരിക്കണേ. ചുവന്ന കണ്ണുകളുമായി അയാൾ അവളുടെ അരികിലേക്ക് നീങ്ങി. അവൾ മിണ്ടാതെ നിറകണ്ണുകൾ തുടച്ചിരുന്നു. ഡ്രസ്സിന്റെ കൈയുടെ ഒരു തുമ്പ് പിടിച്ച് വലിച്ചു കീറി. ഇപ്പൊ നിന്റെ മുറിവെനിക്ക് കാണാം. ഒരു പ്രാന്തനെ പോലെ അയാൾ അവളിലേക്ക് മുഖടുപ്പിച്ചു. തോളിലായി മുഖം ചേർത്ത് പിടിച്ചു. എന്ത് സുഗന്ധമാണ് ഈശ നിന്റെ ഈ ശരീരത്തിന്. പൊടിയുന്ന രക്തത്തുള്ളികൾക്കും എന്ത് ഗന്ധമാണ് പെണ്ണേ. അവളുടെ കയ്യിലേക്ക് മൂക്കടുപ്പിച്ചുകൊണ്ട് അയാൾ ആസ്വദിച്ചിരുന്നു. കയ്യിലുണ്ടായിരുന്ന പഞ്ഞിയും മരുന്നും അതിലേക്ക് വെച്ചമർത്തി. അയ്യോ, എന്റെ ഈശക്ക് വേദനിച്ചു. ഞാനേ വേറൊരു സൂത്രം കാണിച്ചു തരാം. ഒരു പ്രാന്തനെ പോലെ മേശപ്പുറത്തുനിന്ന മദ്യമെടുത്ത് അവളുടെ മുറിവിലേക്ക് ഒഴിച്ചു.
ഇപ്പൊ വേദനിച്ചു അല്ലേ? ഒഴുകിയിറങ്ങുന്ന മദ്യം അയാൾ നാവുകൊണ്ട് തുടച്ചെടുത്തു. സർ പ്ലീസ്. എന്ത് പ്ലീസ് എന്ന്? ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് അയാൾ ആഞ്ഞടിച്ചു. ആ ഒരു അടിയിൽ അവളുടെ ചുണ്ടുപൊട്ടി ചോര വരാൻ തുടങ്ങി. ഇഷ, ഐ ആം സോറി മൈ ബേബി, ഐ ആം സോറി. അവളുടെ മുഖം കൈവെളിയിൽ എടുത്തുകൊണ്ട് ചുണ്ടിൽ അയാൾ പതിയെ സ്പർശിച്ചു. അവൾ കൈകൾ തട്ടിമാറ്റി. ഇഷ. അവളിലേക്ക് ചേർന്നിരുന്നുകൊണ്ട് ഇടുപ്പിൽ കൂടി പതിയെ അവളുടെ നഗ്നമായ ശരീരത്തിൽ അയാൾ വിരലോടിച്ചു. സർ, എന്നെ വീട്. കരഞ്ഞു തളർന്ന ശബ്ദത്തിൽ ഒരു കെഞ്ചലോടെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നെ ഒന്നും ചെയ്യല്ലേ, എനിക്ക് പേടിയാവുന്നു, പ്ലീസ്. അവളെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് കട്ടിലേക്ക് ഇട്ടു. സർ. ചാടി എഴുന്നേൽക്കാൻ പോയി അവളെ പിടിച്ച് പിന്നിലേക്ക് തള്ളി. ഇഷ, റിലാക്സ്, കാല് മുറിഞ്ഞിട്ടുണ്ട്, നോക്കി. ജീൻസിന്റെ ഇടയിൽ നിന്ന് ഒളിച്ചിറങ്ങുന്ന രക്തത്തുള്ളികൾ കാണിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. അവളെ നോക്കിക്കൊണ്ട് പതിയെ താഴേക്ക് ഇറങ്ങിയിരുന്നു. സർ, നോ പ്ലീസ്. കൈകൾ കൂപ്പിക്കൊണ്ട് അവൾ ഒരിക്കൽ കൂടി ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അവളുടെ നെഞ്ചിൽ കൈകൾ വെച്ചുകൊണ്ട് അയാൾ ആ ജീൻസ് വലിച്ചൂരി. അവൾ കിടന്നലറി. ബാക്കിയിരുന്ന മദ്യം കാൽമുട്ടിലെ മുറിവിലേക്ക് ഒഴിച്ചതും അവൾ പിടഞ്ഞുകൊണ്ട് മാറി. ഇപ്പൊ വേദന മാറിയോ?